വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നബി തങ്ങളോട് പറഞ്ഞു. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി തങ്ങളുടെ ഹളറത്തിൽ വന്നു. ഫശക, അദ്ദേഹത്തിന്റെ ആവലാദികൾ ഇലൈഹി, നബി തങ്ങളോട് പറഞ്ഞു. അൽ ഫഖർ, നബിയെ ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. ഉളൈഖുൽ മഈഷ, ജീവിതം വലിയ പ്രയാസത്തിലാണ്, കയ്യിലൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ നബിയെ എനിക്ക് പറഞ്ഞു തരണം. വഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. ഇദാ ദഖൽത, നിന്റെ വീട്ടിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാദികളും വേവലാദികളും ദാരിദ്ര്യവും മാറാൻ നീ ചെയ്യേണ്ടത്, ഇദാ ദഖൽത മൻസിലക്, നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ചാൽ, നീ പ്രവേശിക്കുന്ന സമയം ഫസല്ലിം, ആദ്യം നീ ചെയ്യേണ്ടത് ഒരു സലാം പറയുക. ഇൻകാന ഫീഹി അഹദ്, അവിടെ ആളുകൾ ഉണ്ടാകട്ടെ, ഔ ലം യകുൻ അഹദ്, ആളുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സലാം പറഞ്ഞ് നീ വീട്ടിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത് നീ ചെയ്യേണ്ടത് സുമ്മ സല്ലിം, എന്റെ മേലൊരു സലാം ചൊല്ലിക്കും, എനിക്ക് ഒരു സലാം എനിക്ക് നീ ചൊല്ലിക്കും. വഖറ, മൂന്നാമതായി നീ ചൊല്ലേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് മർറത്തുൻ വാഹിദ, ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ചെറിയ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഖുർആനിന്റെ ഒരു ഭാഗം 10 ജുസ് ഓതിയ പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് മുത്തനബി പഠിപ്പിച്ച അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ഒരു വട്ടം ഓതി നീ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിന്റെ വീട്ടിലെ സർവ്വ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്ന് ആ മനുഷ്യനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ അതേപോലെ ചെയ്തു, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറിക്കിട്ടി. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ വീട്ടിൽ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും ജോലികളിലും എല്ലാ മേഖലകളിലും അല്ലാഹു ധാരാളം ഖൈറും ബറക്കത്തും സന്തോഷം ഐശ്വര്യവും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.